ഹലോ. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂളിനകത്ത് മെയിനായിട്ട് നമ്മുടെ CSSൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, CSS മീൻസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റും പിന്നെ ജാവാ സ്ക്രിപ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് CSS പ്രോപ്പർട്ടീസാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതായത് നമ്മളൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്കതിന് കുറച്ച് പ്രോപ്പർട്ടീസ്, അതായത് സ്പെഷ്യൽ ഇൻഫോർമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തായിരുന്നു. ഓരോ എലമെൻറ്റിന് കൂടെയും ഓരോ ആട്രിബ്യൂട്ട്സ്, സ്റ്റൈല്, കളറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. സോ ഈ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റൈൽ വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി വഴി നമുക്ക് HTML പേജസിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ പാർട്ട് ഓഫ് എ വെബ് പേജ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജിനെ കാണുന്നത്, അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, കളർഫുൾ ആണോ എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HTML പ്രോഗ്രാമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് CSS. ഓക്കെ, അപ്പോൾ ഒരു പവർഫുൾ കൺട്രോൾ ഓവർ ദ പ്രസൻറ്റേഷൻ ഓഫ് ആൻ HTML ഡോക്യുമെൻ്റ് ആണ്. കാര്യം കൂടുതൽ നമുക്ക് എന്താണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെബ് പേജസ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വെബ് പേജസിൻ്റെ മെയിൻ നമ്മുടെ അട്രാക്ഷൻ തന്നെ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലാണ്. ദെൻ അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് വിഷ്വൽ ഡിസൈൻ എലമെൻറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ എലമെൻറ്റ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുമ്പം ഓരോ എലമെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ CSS വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, CSS സേവ്സ് ടൈം. കാര്യം എന്താണ്, നമ്മളിപ്പം ഒരു സ്പെഷ്യൽ ഷീറ്റായിട്ട് സ്റ്റൈൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പേജസിന് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റൈലിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. അല്ലാതെ ഹോൾ പ്രോഗ്രാമിൽ ഹോൾ എലമെൻറ്റ്സും എടുത്ത് വെച്ച് ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പേജസ് ലോഡ് ഫാസ്റ്റർ, അതായത് കോഡ് വളരെ കുറവായതുകൊണ്ട് പേജസ് വളരെ ഫാസ്റ്ററായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഈസി മെയിൻ്റനൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സ്പെഷ്യൽ സ്റ്റൈൽ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ, ഹോൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സുപ്പീരിയർ സ്റ്റൈൽസ് ടു HTML, അതായത് HTML പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്റ്റൈൽസ് നമുക്ക് CSS വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പാറ്റബിലിറ്റി, ഏത് ഡിവൈസിലാണോ നമ്മളിതിനെ ഓപ്പൺ ആക്കുന്നത് അതുമായിട്ട് അതിന് കോമ്പാറ്റബിളായിട്ട് CSS വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഇപ്പോൾ HTML-നകത്തുള്ള സ്റ്റൈൽ യൂസ് ചെയ്യുന്നതിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CSS ആണ് കൂടുതൽ വെബ് പേജസിൻ്റെ സ്റ്റൈൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഓഫ്ലൈൻ ബ്രൗസിങ്, അതായത് വൺസ് അത് നമ്മൾ ബ്രൗസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ നെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്കത് ആ സ്റ്റൈലിൽ തന്നെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, വെബ് പേജസ് കാണാൻ പറ്റും. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് CSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സുകളാണ്. സേവ്സ് ടൈം, പെട്ടെന്ന് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. HTML-നേക്കാളും കൂടുതൽ സ്റ്റൈൽസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പാറ്റബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. HTML-നേക്കാളും ഇപ്പോൾ കൂടുതലായിട്ടും സ്റ്റൈൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ CSS ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓഫ്ലൈൻ CSS ക്യാൻ സ്റ്റോർ വെബ് ആപ്ലിക്കേഷൻസ് ലോക്കലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓഫ്ലൈൻ ക്യാഷ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഓഫ്ലൈൻ ബ്രൗസിങ് പോസിബിൾ ആണ്. അതുപോലെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് CSS. ദെൻ നെക്സ്റ്റ്, എങ്ങനെയാണ് CSSൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനൊരു റൂളുണ്ട്, ഒരു സ്പെഷ്യൽ സിൻറ്റാക്സ് ഉണ്ട്. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ CSS പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നോക്കിയാൽ CSS സ്റ്റൈൽ റൂൾ സിൻറ്റാക്സ് എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു 3 വാല്യൂസ് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഒരു സെലക്ടർ കാണും, ബ്രേസസ് ഓപ്പൺ ചെയ്യുക, പ്രോപ്പർട്ടി കോളൻ വാല്യൂ. ഈ രീതിയിലാണ് നമ്മൾ സ്റ്റൈൽസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്, സെലക്ടർ, ബ്രേസസ് ഓപ്പൺ ചെയ്യുക, പ്രോപ്പർട്ടി കോളൻ വാല്യൂ എന്ന് പറയുന്ന ഒരു റൂളാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എലമെൻറ്റിനാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, CSS അല്ലെങ്കിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏത് എലമെൻറ്റിനാണ് എന്നുള്ളതാണ് സെലക്ടർ പറയുന്നത്. ചിലപ്പം ടേബിൾ ആകാം, ഏത് ടാഗ്, ഏത് എലമെൻ്റ് ആണ്, ഹെഡ് ആകാം, അല്ലെങ്കിൽ P ആകാം, ഏത് ലിസ്റ്റ് ആകാം, ഏത് വേണമെങ്കിലും ആകാം. സോ ഏത് എലമെൻറ്റിനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, സ്റ്റൈൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് സെലക്ടർ. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ടറിനകത്തുള്ള ഏത് ആട്രിബ്യൂട്ടിനാണ് നമ്മൾ എന്താണ് സ്റ്റൈൽ കൊടുക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടി ഈസ് എ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യുന്നത്, പ്രോപ്പർട്ടി ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രോപ്പർട്ടീസിന്, അതായത് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തു, ആ സ്പെഷ്യൽ പ്രോപ്പർട്ടിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന വാല്യൂസ്
ആണ് നമ്മളിവിടെ ഈ പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പം എന്താണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് HTML ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കാം. സപ്പോസ് കളറ്, ബോർഡർ, അല്ലെങ്കിൽ എന്താണ് ടെക്സ്റ്റ്, ഫോണ്ട്, ഇതൊക്കെ ആയിരിക്കും പ്രോപ്പർട്ടി. വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ വാല്യൂസ്. അപ്പോൾ കളർ ആണെങ്കിൽ ചിലപ്പോൾ റെഡ്, ഗ്രീൻ, ബോർഡർ ആണെങ്കിൽ 1 പിക്സൽ സൈസ് വേണോ, അങ്ങനെ. ഓക്കെ, ഫോണ്ട് ആണെങ്കിൽ ഇറ്റാലിക് വേണോ, അങ്ങനെ സ്റ്റൈലുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് വാല്യൂ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് HTML എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ സെലക്ടറാണ്, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ബോർഡർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്, വാല്യൂ 1 പിക്സൽ അതിൻ്റെ കളറും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ടേബിൾ ഈസ് ദ സെലക്ടർ, ബോർഡർ ഈസ് ദ പ്രോപ്പർട്ടി, ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കോളന് ശേഷം കൊടുത്തിരിക്കുന്നതാണ് വാല്യൂസ്. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റൈൽ നമ്മൾ റൂളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി സെലക്ടേഴ്സ് തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. അപ്പോൾ സെലക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഒരു HTML എലമെൻറ്റിനെ, ഏത് എലമെൻറ്റിനാണോ നമുക്ക് സ്റ്റൈൽ കൊടുക്കേണ്ടത് അതിനെയാണ് നമ്മൾ സെലക്ടർ എന്ന് പറയുന്നത്. ഈ സെലക്ടർ തന്നെ പല രീതിയിലുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എലമെൻറ്റ് ഓർ ടൈപ്പ് സെലക്ടർ. Second one ID selector. Element or type selector, first one. Second one ID selector. Third one class selector. And fourth one group selector. 4 രീതിയിൽ നമുക്ക് സെലക്ടേഴ്സിനെ സെറ്റ് ചെയ്യാൻ പറ്റും. എലമെൻറ്റ് ഓർ ടൈപ്പ് സെലക്ടർ, ID സെലക്ടർ, ക്ലാസ് സെലക്ടർ ആൻഡ് ഗ്രൂപ്പ് സെലക്ടർ. ഇനി എലമെൻറ്റ് സെലക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു ബേസിക് HTML എലമെൻറ്റിനെയാണ് നമ്മൾ എലമെൻറ്റ് സെലക്ടറായിട്ട് വെക്കുന്നത്. അപ്പോൾ P എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഇപ്പം നമ്മൾ നേരത്തെ ടേബിൾ എന്ന് പറഞ്ഞു കൊടുത്തു, അതെന്താണ് ഒരു എലമെൻറ്റ് സെലക്ടറാണ്. ഇവിടെ P എന്ന് മാത്രം കൊടുത്തു, അതൊരു എലമെൻറ്റ് സെലക്ടറാണ്. അതുപോലെ തന്നെ ഞാനിപ്പം H1 എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം എലമെൻറ്റ് സെലക്ടറാണ്. അപ്പോൾ P ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ സെൻറ്റർ എന്നും കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ റെഡ് എന്നും കൊടുത്തു. അപ്പോൾ എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സെമിക്കോളൻ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാരഗ്രാഫിൻ്റെ ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ ആക്കി കളറും സെറ്റ് ചെയ്ത ഒരു സ്റ്റൈൽ ഷീറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഒരു പ്രോപ്പർട്ടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതാണ് എലമെൻറ്റ് സെലക്ടർ. അതുപോലെ ID സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, എന്താണ് ഓരോ ടാഗ് അല്ലെങ്കിൽ എലമെൻറ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം ആ എലമെൻറ്റിന് നമ്മളൊരു പേര് കൊടുക്കും. ആ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേര് കൊടുക്കും. ആ പേര് വെച്ചിട്ട് നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം, റൂൾസ് അല്ലെങ്കിൽ സ്റ്റൈൽ റൂൾസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ ഈ ഒരു ടാഗ് ഏതാ P എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു. P, അതിന് ഞാനൊരു ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ID പേര് കൊടുത്തു. ഏതാണ്, പാര1 എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ട് ഹലോ വേൾഡ് എന്നും കൊടുത്തു. ആ P എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്തു. സോ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ഈ സ്റ്റൈൽ കൊടുക്കുമ്പം ഈ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ID വെച്ചിട്ടാണ് സ്റ്റൈൽ റൂൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ID സെലക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ IDയുടെ കൂടെ ജസ്റ്റ് നമ്മളൊരു ഹാഷ് സിമ്പിളും കൂടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ #para1. ഇവിടെ para1 എന്ന് പറയുന്നത് പാരഗ്രാഫ് 1 എന്ന് പറയുന്ന ഒരു P എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് കൊടുത്ത ID, അതിന് കൊടുത്തൊരു നെയിമാണ് para1 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള റൂളാണ്. അപ്പോൾ ഈ para1 എന്ന് പറയുന്ന ID ഉള്ള എന്താണ് എലമെൻറ്റിന് ഈ സ്റ്റൈൽ റൂൾ സെറ്റ് ആകും. ഓക്കെ, അപ്പോൾ ID സെലക്ടറിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കും ഓരോ എലമെൻറ്റിനും എടുക്കുക. ആ ഐഡൻറ്റിഫയർ വെച്ചിട്ടായിരിക്കും റൂള് സെലക്ട് ചെയ്യുന്നത്. ആ റൂള് സെലക്ട് ചെയ്യുമ്പോൾ ഐഡൻറ്റിഫയറിൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കുക, ഹാഷ് എന്ന് പറയുന്ന ഒരു സിമ്പലും കൂടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, #ഫസ്റ്റ് നെയിം. അപ്പോൾ #ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് റൂൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എലമെൻ്റ് ഒന്നുമല്ല, ഒരു ഐഡൻറ്റിഫയർ ആണ്. ഹാഷ് വന്നാൽ ആലോചിച്ചോണം, ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു ID വാല്യൂ ഇവിടെ എവിടെയോ ഉണ്ട്, ഏതോ ഒരു ടാഗിനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ഒക്കെ കൊടുത്തപ്പോൾ നമ്മൾ താഴോട്ട് വരുമ്പം ഏതാണ് ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ID ഉള്ള ആ ഒരു എന്താണ് പാരഗ്രാഫിൻ്റെ ID ആണ്. ആ പാരഗ്രാഫിന് മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആകും. അപ്പോൾ നോക്കിയേ, മൈ നെയിം ഈസ് ഡൊണാൾഡ് എന്ന് പറയുന്നതാണ് ആ ഒരു പാരഗ്രാഫ്. അതിന് മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയി. ബാക്കി ID ഹോം ടൗൺ എന്ന് പറയുന്ന IDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോപ്പർട്ടീസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. സോ അത് നോർമലായിട്ട് തന്നെ കാണിച്ചു, ബാക്കിയുള്ളതും നോർമലായിട്ട് തന്നെ കാണിച്ചു. ഇതാണ് ID സെലക്ടർ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഐഡൻറ്റിഫയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഐഡൻറ്റിഫയർ വെച്ചിട്ടായിരിക്കും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റൂൾസ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ഹാഷ് സിമ്പൽ കാണും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് സെലക്ടർ. ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോട്ട് വെച്ചിട്ടായിരിക്കും റൂൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു ഡോട്ട് ഇതാ നോക്കി, ഇവിടെ ഒരു ഡോട്ട് വെച്ചിട്ടായിരിക്കും പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൂൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ക്ലാസ് നെയിം കാണും, ഡോട്ട് സെൻറ്റർ. അതായത്
ചില ടാഗുകൾക്ക് അല്ലെങ്കിൽ എലമെൻറ്റുകൾക്ക് നമുക്കൊരു ക്ലാസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് ഒരുപോലെ വരുന്ന ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അവർക്കെല്ലാവർക്കും നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടി അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഞാനിവിടെ 2 എലമെൻറ്റ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. H1 എന്ന് പറയുന്ന ഒരു ഹെഡിങ്, അതുപോലെ P എന്ന് പറയുന്ന ഒരു പാരഗ്രാഫും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ്ങിൻ്റെ ക്ലാസ് നെയിം സെൻറ്റർ എന്ന് കൊടുത്തു, പിയുടെ ക്ലാസ് നെയിം സെൻറ്റർ എന്ന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടൻസ് ഒക്കെ നമ്മൾ കൊടുത്തു. H1 ടാഗ് ക്ലോസ് ചെയ്തു, P ടാഗ് ക്ലോസ് ചെയ്തു. പക്ഷേ നമ്മൾ സ്റ്റൈൽ റൂൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഡോട്ട് സെൻറ്റർ എന്നാണ്. അതായത് ഡോട്ട് വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, സെൻറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം വരുന്ന ഏതൊക്കെയോ എലമെൻസിനുണ്ട്. ഏതൊക്കെയോ എലമെൻസിൻ്റെ ക്ലാസ് നെയിം സെൻറ്റർ ആണ്. അപ്പോൾ ആ ക്ലാസ് നെയിം ഉള്ള എലമെൻസുകൾക്ക് മാത്രം ഈ പ്രോപ്പർട്ടീസ് അസൈൻഡ് ആകും. അതാണ് ക്ലാസ് സെലക്ടർ. ഓക്കെ, അപ്പോൾ ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻസുകൾക്ക് നമുക്ക് ക്ലാസ് നെയിം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരേപോലത്തെ ക്ലാസ് നെയിം ഉള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻസുകൾക്കായിരിക്കും ക്ലാസ് സെലക്ടർ വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് എന്താണ്? ഡോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പലും പ്ലസ് ആ ക്ലാസ് നെയിമും കൂടെ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ P ഡോട്ട് സെൻറ്റർ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഡോട്ട് സെൻറ്റർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഇവിടെ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ഓരോന്നിനും നമുക്ക് എന്ത് പറയാം? പിന്നെ ക്ലാസ് നെയിംസ് പറയാം. ഓക്കെ, അപ്പോൾ P ഡോട്ട് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്ലാസ് നെയിം ഉണ്ട്. ഓക്കെ, അവിടെ P ക്ലാസ് സെൻറ്റർ, അതുപോലെ H1 ക്ലാസ് സെൻറ്റർ. അപ്പോൾ ഇവിടെ ക്ലാസ് നെയിം സെൻറ്റർ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് അസൈൻഡ് ആകും. അതിൽ P ഡോട്ട് സെൻറ്റർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് മാത്രമേ അസൈൻഡ് ആകത്തുള്ളൂ? Pക്ക് മാത്രമേ അസൈൻഡ് ആകത്തുള്ളൂ. എന്തിന് അഫക്റ്റ് ആകത്തില്ല? H1ൻ്റെ ക്ലാസ്സും സെൻറ്റർ ആണ്, പക്ഷേ നമ്മളിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് P ഡോട്ട് സെൻറ്ററിന് മാത്രമേ റൂൾസ് അസൈൻഡ് ആകാവൂ എന്നുള്ളത്. അതുപോലെ അടുത്തൊരു ക്ലാസ് നെയിം P ഡോട്ട് ലാർജ്. അപ്പോൾ എന്താണ്? ലാർജ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം ഉള്ള എലമെൻറ്റിനും ഈ ഒരു P ഡോട്ട് ലാർജിൻ്റെ പ്രോപ്പർട്ടി അസൈൻഡ് ആകും. അപ്പോൾ ഇവിടെ H1 ക്ലാസ് ഇസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് കൊടുത്തു. പക്ഷേ ഇവിടെ ഈ സെൻറ്ററിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി Pക്ക് ആയതുകൊണ്ട് H1ന് അത് സ്റ്റൈൽ അപ്ലൈ ആകത്തില്ല. അതുപോലെ തന്നെ P ക്ലാസ് ഇസ് ഈക്വൽ ടു സെൻറ്റർ. അപ്പോൾ P ഡോട്ട് സെൻറ്റർ ആയതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ദിസ് പാരഗ്രാഫ് വിൽ ബി റെഡ് ആൻഡ് സെൻറ്റർ കളേർഡ് എന്ന് പറയുന്നതിന് അസൈൻഡ് ആകും. അടുത്ത നോക്കിക്കേ, നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു എലമെൻറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, P ക്ലാസ് ഇസ് ഈക്വൽ ടു സെൻറ്റർ ലാർജ്. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഉണ്ട്, ലാർജ് എന്ന് പറയുന്ന ക്ലാസ്സും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ഈ പാരഗ്രാഫിൽ അസൈൻഡ് ആകും. ഓക്കെ, അപ്പോൾ ക്ലാസ് സെലക്ടർ ഇങ്ങനെ പല രീതിയിൽ കൊടുക്കാം. ജസ്റ്റ് ഡോട്ട് ക്ലാസ് നെയിം മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ എലമെൻറ്റ് ഡോട്ട് ക്ലാസ് നെയിം കൊടുക്കുക. എലമെൻറ്റ് ഡോട്ട് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ക്ലാസ്സിന് മാത്രമേ അത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്റ്റൈൽ റൂള് അസൈൻഡ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് എലമെൻസുകൾക്ക് സെയിം സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ് വേണ്ടതെങ്കിൽ, സെയിം സ്റ്റൈൽസ് ആണ് നമുക്ക് ഒരുപാട് എലമെൻസിന് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് സെലക്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, H1 H2 P എന്ന് പറയുന്ന 3 എലമെൻസുകളുണ്ട്. അവർക്കെല്ലാവർക്കും സെയിം പ്രോപ്പർട്ടി വരണമെങ്കിൽ നമ്മൾ സ്റ്റൈൽ റൂൾ ഇങ്ങനെ കൊടുത്താൽ മതി. എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കോമ ഇട്ട് കൊടുക്കുക. ഏതൊക്കെ എലമെൻസിനാണോ വേണ്ടത് അതെല്ലാം കോമ ഇട്ട് കൊടുത്തിട്ട് പ്രോപ്പർട്ടി അസൈൻഡ് ആകുക. അതാണ് ഗ്രൂപ്പ് സെലക്ടർ. ഓക്കെ, ഇവിടെ H1 H2 P മൂന്നിനും മൂന്ന് എലമെൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നിനും സെയിം സ്റ്റൈൽ റൂള് അസൈൻഡ് ആകും. ഇനി നമ്മൾ പ്രോഗ്രാമിനകത്തുള്ള എല്ലാത്തിനും നമുക്ക് എന്താണ് ഇതുപോലെ പ്രോപ്പർട്ടീസ് അസൈൻഡ് ആകണമെങ്കിൽ, ഈ ഒരു പ്രോഗ്രാമിനകത്തുള്ള എല്ലാ ടാഗുകൾക്കും പ്രോപ്പർട്ടീസ് അസൈൻഡ് ആകണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ കൊടുക്കും. അതായത് സ്റ്റാർ എന്ന് കൊടുത്തിട്ട് പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനകത്തുള്ള എല്ലാ എലമെൻസുകൾക്കും ഈ പ്രോപ്പർട്ടീസ് അസൈൻഡ് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് എലമെൻറ്റ് സെലക്ടർ, ID സെലക്ടർ, ക്ലാസ് സെലക്ടർ ആൻഡ് ഗ്രൂപ്പ് സെലക്ടർ. ഓക്കെ.